ചെയ്യാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വോട്ടെടുപ്പിന് പിന്നാലെ കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ. പയ്യന്നൂരിൽ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നയാളുടെ കാറ് കത്തിച്ചു. മയ്യിലിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് CPM അടിച്ചു തകർത്തെന്നാണ് ആരോപണം. മാലൂരിൽ BJP ബൂത്ത് ഏജന്റ് റിജീഷിന് വീടിന് നേരെ കല്ലേറുണ്ടായി. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നാമത്തെ കാര്യം, പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിലുള്ള പ്രതികാര ബുദ്ധി, പക, കാലുഷ്യം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. വോട്ടെടുപ്പ് കഴിയുമ്പോൾ ഈ അക്രമ സംഭവങ്ങൾ സത്യത്തിൽ അവിടുത്തെ മാധ്യമപ്രവർത്തകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നതല്ലേ അജീഷ്? കാശ്മീർ, എന്തായാലും ഇന്നലെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഈ പയ്യന്നൂരിൽ ഈ കുഞ്ഞികൃഷ്ണൻ പലയിടത്തും കള്ളവോട്ട് നടന്നതായിട്ട് ആരോപിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് ആ പോളിംഗ് ബൂത്തിന് മുന്നിൽ വെച്ചാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചത്. അതിന് പിന്നാലെ ഇന്നലെ രാത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന T. പുരുഷോത്തമൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ കാർ പോർച്ചിലുണ്ടായിരുന്ന കാറ് കത്തിച്ചത്. കാറിൻ്റെ ഭാഗികമായി കത്തിച്ചു. അതിന് പിന്നാലെ ഇത് തീ കെട്ടതോടെ കാറ് അടിച്ച് തകർക്കുകയായിരുന്നു. കൂടാതെ വീടിൻ്റെ ജനൽ ചില്ലുകളും എറിഞ്ഞു തകർത്തു. രാത്രി 12:30യോടെയാണ് ഈ സംഭവം നടന്നത്. ഈ T. പുരുഷോത്തമൻ്റെ കുടുംബം ഇപ്പോൾ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് മകനാണ് ആദ്യം പുറത്തിറങ്ങി നോക്കുന്നത്. 4 പേരുണ്ടായിരുന്നു എന്നാണ് മകൻ പറയുന്നത്. അക്രമികളെ ഇവർ കണ്ടതായിട്ടും പറയുന്നുണ്ട്. എന്തായാലും പോലീസും റൂറൽ SP അടക്കമുള്ളവർ ഇന്നലെ രാത്രി തന്നെ ഈ വീട്ടിലെത്തി പരിശോധനകൾ നടത്തി. എന്തായാലും പോലീസിൻ്റെ അന്വേഷണത്തിൽ അവർക്ക് വിശ്വാസമില്ല എന്നാണ് T. പുരുഷോത്തമൻ പറയുന്നത്. അതിന് കാരണം ഈ കുഞ്ഞികൃഷ്ണനോടൊപ്പം നിന്ന പ്രസന്നൻ്റെ ബൈക്ക് നേരത്തെ കത്തിച്ച സംഭവത്തിലും അന്ന് പോലീസ് കേസെടുത്തെങ്കിലും ഇതുവരെയ്ക്കും അക്രമികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പിന്നിൽ CPM പ്രവർത്തകരെന്നാണ് ആരോപിക്കുന്നത്. ഇത് കൂടാതെ ഇന്നലെ മയ്യിലിൽ ഒരു CPM പ്രവർത്തകനും കുത്തേറ്റിരുന്നു. അവിടുത്തെ ബൂത്ത് ഏജന്റ് ആയിരുന്ന പ്രകാശൻ എന്ന് പറയുന്ന ആൾക്കാണ് കുത്തേറ്റത്. അതിന് പിന്നാലെയാണ് മയ്യിലിലെ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ രാത്രിയിൽ ആക്രമണം ഉണ്ടായത്. മയ്യിൽ ടൗണിലെ കോൺഗ്രസ് ഓഫീസാണ് ഗാന്ധി ഭവൻ അടിച്ചു തകർത്തത്. അത് പൂർണ്ണമായിട്ടും ആ ഓഫീസ് അടിച്ചു തകർത്തിരുന്നു. അങ്ങനെ അത് കൂടാതെ മട്ടന്നൂർ മണ്ഡലത്തിലെ മാലൂരിലും ചില സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടുത്തെ BJP ബൂത്ത് ഏജന്റ് ആയിട്ടുള്ള റിജീഷിൻ്റെ വീടിന് നേരെയാണ് കല്ലേറിയ ഉണ്ടായിട്ടുള്ളത്. ഈ പല സ്ഥലങ്ങളിലും ഈ ബൂത്ത് ഏജന്റുമാർ, ഈ LDFന് പുറത്തുള്ള കോൺഗ്രസ് BJP ബൂത്ത് ഏജന്റുമാരുമായിട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ രാത്രി വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിലും മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ഒരുവിധം സമാധാനപരം എന്ന് വേണം നമുക്ക് കരുതാൻ. TK ഗോവിന്ദനെതിരെ കൂവലൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലം ഇന്നലെ കണ്ടായിരുന്നു. മലപ്പട്ടത്തെ പാർട്ടിയെ കെട്ടിപ്പടുത്ത അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ പാർട്ടി നമ്പർ 1 എന്ന് വിളിക്കാൻ കഴിയുന്ന നേതാവായിരുന്നു TK ഗോവിന്ദൻ. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ പല വിയോജിപ്പുകൾ പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് മത്സരിച്ചു. ആ കൂവലടക്കം CPM പ്ലാന്റ് കൂവലാണ് എന്നൊക്കെ TK ഗോവിന്ദന് പരാതിയുണ്ടോ? അതിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? അതിൽ കൂവലിൽ അന്വേഷണം എന്താണ് എന്ന വലിയ കഥയൊന്നുമില്ല. പക്ഷേ അതിൽ അന്വേഷണം ഏത് രീതിയിൽ നടക്കുമെന്നാണ് കരുതേണ്ടത് അജീഷ്? നമുക്കറിയാവുന്ന പോലെ തന്നെ TK ഗോവിന്ദൻ്റെ സ്വന്തം നാടാണ്. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ വോട്ട് ഉൾപ്പെടുന്ന ബൂത്തിലെ സ്കൂളിലാണ് ഈ കൂവൽ സംഭവം ഉണ്ടായത്. അദ്ദേഹം ഈ വൈകിട്ട് ഏതാണ്ട് 5:45 ഈ പോളിംഗ് അവസാനിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഈ ബൂത്തിലേക്ക് എത്തിയത്, വോട്ടർമാരെ കാണാൻ വേണ്ടി എത്തിയത്. ആ സമയത്താണ് CPM പ്രവർത്തകർ സംഘടിതമായി നിന്ന് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്, കൂവിയത്. സ്വന്തം നാട്ടിൽ നൽകുന്ന സ്വീകരണം കണ്ടോ എന്നൊക്കെ ആ കൂവലിൻ്റെ വീഡിയോയിൽ ഈ പ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഈ പ്രവർത്തകരുടെ അടുത്തേക്ക് TK ഗോവിന്ദൻ മുന്നോട്ട് ആഞ്ഞു ചെല്ലുന്നുണ്ട്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് പിന്തിരിപ്പിച്ച് വിടുകയായിരുന്നു. അദ്ദേഹത്തെ പിന്നീട് കാറിൽ കയറ്റി വിടുകയായിരുന്നു. അവിടെ ഈ സംഘടിതമായിട്ടുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ടെന്ന് വേണം കരുതാൻ. കാരണം അവിടെ അടുത്ത ചില ബൂത്തുകളിലൊക്കെ തന്നെ ഈ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർത്ത് പോലീസിനെ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് മാറ്റിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് നേരിട്ട് ബോധ്യപ്പെടുകയായിരുന്നു. നമുക്കും അത്തരത്തിലുള്ള ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. നമ്മൾ അങ്ങനെ ഈ ചില ബൂത്തുകളിൽ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ് നമ്മൾ ഈ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മലപ്പട്ടം ഭാഗത്ത് ചില സ്കൂളുകളിൽ പോയിരുന്നു. പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സമയത്ത് ഈ പോലീസിനെ മാറ്റാനായിട്ട് ആസൂത്രിതമായിട്ടൊരു ശ്രമം ഈ മലപ്പട്ടത്തെ ഈ സ്കൂളിൽ RGMA സ്കൂളിൽ നടന്നു എന്നുള്ളൊരു ആരോപണം നിലവിലുണ്ട്. അതിനുശേഷമാണ് ഈ TK ഗോവിന്ദൻ അവിടെ എത്തിയതും ഈ കൂവൽ സംഭവങ്ങൾ ഉണ്ടായത്. എന്തായാലും വലിയ നാണക്കേട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് അവിടെയുള്ള ഭൂരിഭാഗം പേരും. അവിടെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിനൊരു അപമാനം നേരിടേണ്ടി വന്നത്. എന്തായാലും അദ്ദേഹം ഈ കൂവൽ സംഭവത്തിൽ പരാതിയൊന്നും പറയില്ല. പക്ഷേ കള്ളവോട്ട് നടന്നിട്ടുണ്ടെന്നുള്ളൊരു ആരോപണമൊക്കെയാണ് തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ ഉന്നയിക്കുന്നത്. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.